ഒരു വാർത്തയിലേക്ക്. പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ ചികിത്സാ പിഴവിൽ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഗുരുതര പിഴവെന്ന് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. രാവിലെ 10:15 ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയത് വൈകിട്ടെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തൽ വരികയാണ്. CK വിജയൻ ചേരുന്നുണ്ട്. CK, തികഞ്ഞ അനാസ്ഥ, കൊടിയ അനാസ്ഥ ബോധ്യപ്പെടുകയാണ്. മെഡിക്കൽ ബോർഡ് കൂടി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഗൗരവമാണ്? നടപടികളിലേക്കടക്കം പോകേണ്ടി വരും ശക്തമായ. തീർച്ചയായും അതെ. ഇവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന ശുപാർശയാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 5 അംഗ മെഡിക്കൽ ബോർഡിൽ 3 പേർ ഈ ഇത്തരത്തിൽ അനാസ്ഥ ഉണ്ടായി എന്ന് വിധിയെഴുതി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായപ്പെട്ടു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു പ്രതിനിധിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടായില്ല. ഒരാൾ ഇതിൽ നെഗ്ലിജൻസ് ഉണ്ടായില്ല അല്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ല, ചികിത്സാ പിഴവ് ഉണ്ടായില്ല എന്ന് വാദിച്ചു. പക്ഷേ ഏതായാലും ബോർഡിന്റെ ഭൂരിപക്ഷ അഭിപ്രായം എന്നത് തികച്ചും അനാസ്ഥ അവിടെ ഉണ്ടായി. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം രാവിലെ തന്നെ കുട്ടിയെ അവിടെ രാവിലെ 10:45 കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് വൈകിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അനസ്തേഷ്യ അനിവാര്യമായിരുന്നു എന്ന് വാദിക്കുന്ന ഇവർ എന്തുകൊണ്ട് ഇത്രയും സമയം വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മാത്രമല്ല, വൈകിട്ടാകുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ മുറിവ് ഭേദപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു അനസ്തേഷ്യ കൊടുക്കുകയോ മറ്റ് ശസ്ത്രക്രിയ നടത്തുകയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നും ഈ മെഡിക്കൽ ബോർഡ് രേഖകൾ പരിശോധിച്ച് വിശദമായി മനസ്സിലാക്കി. അതിനു മുൻപ് തന്നെ ഈ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ചേർത്താണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഏതായാലും സമയോചിതമായ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിക്കില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനമാണ്. അപ്പോൾ സർക്കാരിന്റെ ഇടപെടലൊക്കെ അല്ലെങ്കിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ, പ്രാഥമിക മൊഴി രേഖപ്പെടുത്തൽ കഴിഞ്ഞു. ഇനി ഇത് ബോധ്യമാകുമ്പോൾ എന്ത് നടപടിയിലേക്ക് പോകാനാണ് സാധ്യത? ഇനി സ്വാഭാവികമായും ഈ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് അതിശക്തമായ വകുപ്പുകളുണ്ട്. ആശുപത്രിയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും അതോടൊപ്പം തന്നെ ഈ പുതിയ ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ അകത്തുകൂടി ഇപ്പോൾ പുതിയ ചില ചട്ടങ്ങളുണ്ട്. രോഗിക്കും അതേസമയത്ത് തന്നെ ചില അവകാശങ്ങൾ അവിടെയുണ്ട്. ഇക്കാര്യത്തിൽ വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാകും. ഉചിതമായ നടപടികൾ ഉണ്ടാകും എന്നാണ് പോലീസും നൽകുന്ന വിവരം. ശരി, CK വിജയനാണ് ജീവനെടുത്ത അനാസ്ഥയുടെ വിവരങ്ങൾ നൽകിയത്.